ഉത്സവം ജാമ് ജൂമാക്കാൻ വന്നതല്ല, ഞാൻ അവനുള്ള സ്കൂളിലുള്ള സാധനങ്ങൾ വാങ്ങാൻ വന്നാണെന്ന്. ഇതൊന്ന് വെച്ച് വയ്ക്കാൻ അവിടുന്ന് 2ാം ക്ലാസ്സിന് പിന്നാമ്പറം കാണാത്ത എന്നോട് ഇന്നത്തെ വർത്താനം പറഞ്ഞ കാര്യം. ഈ നാളെ ഈ വർത്താനം പറയണം കേട്ടോ. തോറ്റു കഴിഞ്ഞാലേ ഞാൻ എന്റെ മീസ പഠിക്കും. അതിന് എനക്ക് അവിടെ മീസ എവിടെ നടക്കാൻ കാണിച്ചാടാ. അമ്മേ, ഇതാണമ്മ ഞാൻ പറഞ്ഞ പെങ്കൊച്ചി. ഇവിടെ പാലം പണിയാൻ വന്ന പുതിയ എഞ്ചിനീയറാണ്. എനിക്ക് ഈ പെങ്കൊച്ചിന് ഇഷ്ടമാണ് അമ്മേ. ഞാൻ പോയി ഇഷ്ടമാണെന്ന് പറയട്ടെ. അവക്ക് നിന്നെ ഇഷ്ടപ്പെടുവോ? ഞാൻ ഇനി എവിടെ പോയാ തരിക? എന്റെ മുന്നിൽ വണ്ടിയല്ലേ കണ്ട ജാനാണെങ്കിൽ പൈസക്ക് പറ്റേക്ക്. തോറ്റ ഇതൊക്കെ ഇറക്ക്, ജയിച്ച ഇതൊക്കെ നിൽക്കും. ഇതും കൂടി കുട്ടികളുടെ 500 റുപ്യ അയക്കണട്ടാ. ഇത് ബേജാറാവണ്ട, എന്റെ സുക്കുറാക്കാക്ക് 2 റിസർവ് ബാങ്ക് ഉണ്ട്. പൈസ കൊണക്കാട്ടതാ, ഉണങ്ങിട്ട് എനിക്ക് തരണ്ട്. അല്ല പത്തുവന്റെ നോട്ടും ഭാവമൊക്കെ കണ്ടിട്ട് എന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നണത്. എന്നാ ചെന്ന് പറയടാ. നിക്ക്, എനിക്കൊരു കാര്യം പറയാം. ആഹാ, സ്കൂൾ ബസ് കയറിക്കേ. അന്ന് നീ തരാൻ ബാക്കി ഞങ്ങളുടെ ഇറങ്ങിക്കാ. അപ്പോൾ നമ്മൾ ഒന്നിച്ചങ്ങ് ഇറങ്ങുമല്ലേ എന്ന് പറയാം. മുങ്ങിട്ടുണ്ടെങ്കിൽ മൂന്നാർക്കാവും. ഒന്ന് നിൽക്കി, എനിക്ക് പെൻസിലിന്റെ പൗച്ചൊക്കെ എടുക്കാണ്ട്. നല്ല നോക്കിട്ടോ. കാരണം എന്താണോ, എന്റെ കുട്ടീനെ നല്ലോണം പഠിച്ചാണ്. ഇപ്പൊ ചെല്ല് മുടിച്ച് ഞാൻ മുഖാൻ പോണ്ടേ. മോനെ, സ്വന്തം പെങ്ങളെ കെട്ടിയെന്ന് വെച്ച് വൃത്തിയാട് കാണിച്ചിട്ടുണ്ടല്ലോ. അവൾ ആരാന്നാ വിചാരിച്ചത്? മാക്സിയൊക്കെ നരച്ചിക്കണല്ലോ. ആകെ 2 മാക്സി ഉള്ളൂ. അത് ഞാൻ അങ്ങോട്ട് കൊണ്ട് മാറ്റി കൊടുക്കും. നമ്മളൊക്കെ ആര് നോക്കാനാ? ശുക്രാക്ക, ഒരു 50 റുപ്യ തരുമോ? ഞാനുണ്ട്. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. എനിക്കും നിങ്ങളെ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് 2 നിബന്ധനകളുണ്ട്. ഒന്ന്, നിങ്ങളുടെ പെങ്ങളില്ലേ, പേടിച്ച് പേടിച്ചണ്ട. വേഗം നടക്കിയ കുറെ സാധനങ്ങൾ എടുക്കാണ്ടേ. കുഞ്ഞാപ്പോ, ബുക്കും ബാഗൊന്നും വാങ്ങിയില്ലേലും വേണ്ടില്ല. സ്കൂളിൽ നിന്ന് കിട്ടുന്ന മുട്ടി പാലില്ല, അത് പോണോ ഓനെ പിടിക്കാൻ. അന്ന് ശ്രീകുട്ടി വന്നപ്പോ അവളെ രാത്രി കയറി പിടിക്കാൻ നോക്കി. അന്ന് അടിച്ചിറക്കണ്ടായിരുന്നു. നീ മിണ്ടിപ്പോരുത്. ഉടനെ ഇവനെ പിടിച്ചോണ്ട് ഇവിടെ ഇറങ്ങിക്കോണം. കല്യാണം കഴിഞ്ഞ അന്ന് കഴിഞ്ഞ മാസം 500 റുപ്യ. 500 റുപ്യ ഞാനേ 1 ഏക്കർ സ്ഥലവും വാങ്ങിയാൽ പെരയും വെച്ച് കിണറും കുത്തി ബാക്കി ഞാൻ ബാങ്കിൽ വിട്ടു. ഒക്കെ ഉസുറും മുളി ഉണ്ടാവും. ഒരു 500 റുപ്യ അവളെ ഒഴിവാക്കണം. കാരണം നാത്തും പോലെ എനിക്ക് പറ്റില്ല, അതിനുള്ള സമയവും എനിക്കില്ല. എടി നീ പോടി, എനിക്കൊരു ജീവിതം കിട്ടാൻ പോണേ. നല്ല പെങ്കൊച്ചി നല്ലോണം തിന്നോണ്ടു. ഈ തൂക്കം കുറയുണ്ടോന്ന് ഡൗട്ട് ഉണ്ട്. എന്നാലേ എനിക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ. എന്താ ഇയാളാ ഇതിനോട് വർത്താനം പറഞ്ഞു പോണു? അതൊക്കെ ഉണ്ടാവും, അങ്ങോട്ട് പോരെ. ഞാൻ പറഞ്ഞതിന് എന്തെങ്കിലും മറുപടി ഇങ്ങനെ തുടങ്ങിയ എല്ലാരും കൂടെ അവളെ ഉപദ്രവിക്കാൻ. അവള് പാവപ്പെട്ട വീട്ടിലെ പെണ്ണാണെങ്കിലും അഭിമാനത്തോടെ ജീവിക്കുന്നോളാ. അഭിമാനം നിർത്തടാ. നിന്റെ ഭാര്യയുടെ ഗുണവതി ആരും എന്നോട് നല്ല സുഖമുണ്ട്, ഇതൊന്ന് കയ്യാട്ടെ. ഇജോളെ ചോദിച്ചോ, നീ അവനെ കൊല്ലും. നിക്കാതെ അള്ളായിരിക്കും കണക്കറിയാനേ. അടുക്കളയിൽ കുത്തിറക്കണ ആക്കുന്നതിന് പൈസ. അടുക്കളയിൽ കുത്തിറക്കണോണ്ടാണ് ഞാൻ അങ്ങോട്ട് പൈസ വെച്ചിട്ടത്. എനിക്കൊരു പണി ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നാണ് ഇറക്കൂലല്ലോ. അല്ലെങ്കിൽ തന്നെ പരിധി മൊത്തം തലിയാണ് അന്റെ മായാറ്റി. ഇതിനപ്പുറം ഒരു പെങ്കൊച്ചി എനിക്ക് കിട്ടിയല്ല. നീ പോ, നിന്നെ വേറെ ഏതെങ്കിലും ഒരുത്തരെ കൊണ്ട് ഞാൻ കെട്ടിച്ചു വിട്ടേക്കാം. നീ പോ, ചെല്ലി. പറയാം, ബാക്കിൽ വന്ന് ഇങ്ങനെ കൊട്ടിയിട്ട് കാര്യമില്ല. നിങ്ങൾ 2 സുന്ദരി കുട്ടികൾ ഒരേ മാതിരി നോക്കിയിട്ട് കാണായിട്ട് പിന്നെ ആരെന്റെ ബാക്കിലേക്ക് കാണും. പൈസ ഇല്ല. അല്ലെങ്കിൽ ഞാൻ നിന്റെ കാര്യം പറഞ്ഞാൽ അപ്പൊ തുടങ്ങും ഇങ്ങനെ ഒരു പായരെ പറിച്ചില്ല. അല്ലെങ്കിൽ എന്റെ കാര്യം നോക്കാൻ ഇവിടെ ആരാ ഉള്ളത്? കണ്ടപ്പോ സ്വന്തം പെങ്ങളെ തള്ളി പറയണ ഞാൻ പോണു. ഈ 2ാമത്തെ നിബന്ധന, ജീവിതകാലം മുഴുവൻ അമ്മായിമ്മ പോരുമായിട്ട് ജീവിക്കാൻ എനിക്ക് അടച്ച തമ്പുരാൻ, എന്റെ തോളിന്ന് ചാടിയ സാധനല്ലേ, അതിന് ജീവണ്ടായിരുന്നോ? കണ്ട ബാലേ ട്രൂപ്പിലൊക്കെ കണ്ണി കണ്ടവരോടൊപ്പം രാപകലെന്നില്ലാതെ നിരങ്ങിയ നിന്റെ ഭാര്യയുടെ മഹാത്മ്യം എന്റെ അടുത്ത് വിളമ്പരുത്. നീ നാറിപ്പോവും. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അനാവശ്യമാണോ? പൈസ അമ്മച്ചി പണിക്കൊന്നും പോണില്ലല്ലോ. അടുക്കളയിൽ പണിയെടുക്കലുണ്ടല്ലോ. അടുക്കള പണിക്ക് കൂലില്ല മോളെ. ഞാൻ എനിക്ക് ഉറപ്പ് തരുന്നുണ്ടെങ്കിൽ ഈ പെരക്കാരോട് ഞാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളുടെ അമ്മയെ കൂടി ഉപേക്ഷിച്ചേ പറ്റുള്ളൂ. അമ്മയെ ഉപേക്ഷിക്കാനാ? അമ്മേ, എനിക്ക് കല്യാണം. കുഞ്ഞാപ്പോ ആ ജന്തു ജാംജൂമിലുള്ള ഞങ്ങളെ ഫ്രണ്ടാണേ. എത്ര പേര്? ജാംജൂം പെഡ്ഡി. സെഡ്ഡിയോ? ബെഡ്ഡി. മര്യാദ കടന്നോ? ഇത് ക്ലാസ് പിടിച്ചാണ്. ധൈര്യം ഉണ്ടെങ്കിൽ ഓടി പിടിക്കടാ. എന്റെ കാലല്ല എന്റെ കാലം. ഇഞ്ചന്റെ വരും. ഇഞ്ചി പാപ്പുറത്തേക്കാണ് കഴിച്ചോട്ടാ. കാത്തു നോക്കേ, 1000 ചുരിദാറാണ്. എനിക്കൊരു മാക്സി 200 റുപ്യ. പ്രായം കഴിഞ്ഞ്
എൻ്റെ ഈ മുഖം വെച്ച് ഇതുപോലത്തെ സുന്ദരി പെണ്ണിനെ എനിക്ക് കിട്ടില്ല. അതുകൊണ്ട് എന്നെ തള്ളേ ഒന്ന് ഒഴിഞ്ഞു പോ തള്ളേ. ഇന്നലെ കണ്ട പെണ്ണിന് വേണ്ടി കരടിന്ന് അതിന് പറയാം. ഇപ്പൊ 4 വരെ കോപ്പി കാണുന്ന ടീച്ചർ നിർബന്ധമായിട്ട് പറഞ്ഞോ. 4 വരെയൊന്നും ഇല്ല, അതിനൊക്കെ കുറെ പൈസ ആവും. ഒരൊറ്റ വര അതിനുള്ള പഠിപ്പ് പഠിച്ചാൽ മതി. എവിടേക്കാണ് ആ ചങ്ങായി നമ്മളെ കൊണ്ട് കയറ്റിക്കണത്? ഇതാണ് മൂന്നാറുള്ള ബൊട്ടാണിക്കൽ ഗാർഡന്. വേണമെങ്കിൽ എന്റെ കുട്ടികളും മക്കളൊക്കെ കൊടുത്ത് കാണിച്ചു കൊടുത്തോ. അന്ത്യകുളം കാണാനുള്ളത് ഇവിടെ. എന്റെ അടുത്ത് ഇടയിൽ 100-200 ചോദിച്ചാല് ഇജ്ജ് ഷെമിന്റെ പഴയ ഡ്രസ്സുകളുണ്ട് അവളോട് ചോദിച്ചിക്കാണ്ട് അത് ഇട്ടോ. ഇന്ന് സാലിട്ട് ദിവസേന ഇതെന്റെ വകുമ്മാക്കൊരു മാക്സി. തള്ളി പറഞ്ഞ പുള്ളേ, നാളെ നീ എന്റെ അടുത്ത് തന്നെ വരുവടാ. ഇപ്പൊ എനിക്ക് സ്പൈഡർമാന്റെ വാട്ടർ ബോട്ടിൽ വേണം. എനിക്കുള്ളത് ആദ്യം പേർക്കെ. സുലൈമാനെ നമുക്ക് പിന്നെ വാങ്ങിക്കൊടുക്കാം. സുലൈമാനല്ല, സ്പൈഡർമാനാണ്. കൊറേ നേരെ ഇനി ഓടണ്ട, ഇനി ഓടാൻ പറ്റാ. ഇജ്ജ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഇടക്കിടക്ക് ഓരോ സമ്മാനം കിട്ടും. ഇവിടെ ഉണ്ട് ഓരോരുത്തര്. എന്നാണ് അപ്പൊ ഓരോരുത്തു നിന്നൊക്കെ ഓരോന്ന് കിട്ടലാവും. എല്ലാം ഞാൻ ഉപേക്ഷിച്ചു. കുട്ടി എന്താ അങ്കിൾ? അങ്കിളാ? ഹലോ, ഏതോ ഒരു അങ്കിൾ എന്തോ പറഞ്ഞു. ഈ 8 കല്ലിന്റെ കുപ്പായിട്ട് കൊണ്ട് നടക്കുന്ന ചെങ്ങന്റെ പേരാതാ? ഇത് ഇത്ര കൂർപ്പ് പോരായി. ജലസിൽ നമ്മൾ 2 പാർട്ടി തോറ്റു. ഇജ്ജ് പറ്റിച്ച പൈസ തരണ്ട. എന്തിനാ പിന്നെ ഓടുന്നു? ചെട്ടണത് അത് ഇത് കൂർപ്പയക്കണം നോക്കിയാണ് ഇപ്പൊ ചന്തി കൊത്തിയിട്ടാണ് കൂർപ്പുണ്ടോക്കുന്നുണ്ട്. എന്റെ അടുത്ത് പൈസ ഉള്ളതുകൊണ്ട് എനിക്ക് എല്ലതും വാങ്ങലേ. എനിക്കൊക്കെ നോക്കിക്കാനേ പറ്റുള്ളൂ. മോളെ ഇപ്പ സുക്കൂർ ഇവിടെ ഇല്ലേ? ഇപ്പൊ സ്കൂളിൽ തുടങ്ങും. പ്രാർത്ഥന തുടങ്ങും. ശരിയാണ്. ചെങ്കളെ മെയ് 2-ാം തീയതി കോഴിക്കോട്. ശരി, മൂന്നാർ പോകണ്ട പൈസ ലാഭായി. ഫോണോ ഒരു ഫോട്ടോ എടുത്തു തരും. അപ്പുറത്തുണ്ട്. പിന്നെ എൻ്റെ ഒരു 500 ഉറുപ്പ്യ ഉണ്ടാവും. ഞാൻ അതിന് വന്നേനു. ഉമ്മാക്ക് മരുന്നാങ്ങാനാണ്. ആശുപത്രി കാണിച്ചുള്ള പൈസ ഞാൻ കഴിഞ്ഞു ചെയ്തു. നിന്റെ ഭാര്യയോട് പോയി ചോദിച്ചു നോക്കടാ. രാമനാഥന്റെ ബംഗ്ലാവിൽ അയാളോടൊപ്പം ഒരു രാത്രി മുഴുവൻ കഴിഞ്ഞവളാണ് നിന്റെ ഭാര്യ. എന്റെ ഉണ്ണിയെ പറ്റി വൃത്തിയോട് വല്ലതും പറഞ്ഞാലുണ്ടല്ലോ കൊന്നുകളെ എല്ലാത്തിനും ഞാൻ. എവിടെ പൈസ? എന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയണത് തന്നെയല്ലേ. ഞാനത് ആലോചിച്ചില്ലടി. ഇപ്പൊ ഞാൻ ആരോടെങ്കിലും ഒന്ന് കടം വാങ്ങിക്കോളാം. എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം. തെളിയിക്കാൻ സാക്ഷിയെ കൊണ്ടുവരണോ? ഉണ്ണിയുമായ രാമനാഥന്റെ ബംഗ്ലാവിൽ എത്തിച്ച ഉദയനാണ് എന്നോട് ഈ കാര്യം പറഞ്ഞത്. അയാളുടെ ട്രൂപ്പിലാണ് ഞാനിപ്പോ പാടുന്നത്. നിന്നെ ശുക്രാക്ക, എനിക്ക് പൈസ ആണെന്ന് പറഞ്ഞ പൈസ ആണോ? എനിക്ക് പൈസ ചോദിച്ചോളൂ, വേഗം പറയാ. പിന്നെ എത്ര ശുക്രാക്ക, ഈ പെരയിൽ എന്റെ ഇഷ്ടങ്ങൾ എന്തെങ്കിലും നടക്കലുണ്ടാ? പറ്റിച്ച് രാമനാഥൻ ആ പെണ്ണിനെ നിന്റെ നിലയെ കെട്ടിവെച്ചതാ. അല്ലെങ്കിൽ അവൾ 9-ാം മാസം പ്രസവിക്കുമോ? കണ്ണോത്ത് രാമനാഥന്റെ ബംഗ്ലാവിൽ ഒരു രാത്രി മുഴുവൻ അന്തി ഉറങ്ങിയ പെണ്ണ്. എന്തെങ്കിലും ആഗ്രഹങ്ങൾ നിങ്ങൾ കണ്ടെന്ന് ചെയ്തലുണ്ടാ? എനിക്കൊരു ഡ്രസ്സ് എടുത്തലുണ്ടെങ്കിൽ കുട്ടിക്ക് വലിയ അസുഖങ്ങളോ കാര്യങ്ങളോ ആയിട്ട് നിങ്ങൾ ഇമ്മാനി കൈയും കാലും പിടിച്ചൊരു 10 രൂപയ്ക്ക് വേണ്ടിയിട്ട്. അതോ ശുക്ര, രാമനാഥനെ എന്നേക്കാൾ കൂടുതൽ നിനക്കറിയില്ലേ? രാമൻ കണിയാൻ കുട്ടിയുടെ ജാതകം നോക്കി പറഞ്ഞത് അച്ചട്ടായില്ലേ? കൊച്ചിന്റെ പിതാവിന് 6 മാസത്തിനകം എന്തെങ്കിലും അപകടം പറ്റുമെന്ന്. എന്നിട്ട് നിനക്ക് എന്ത് പറ്റി? ഞാൻ പറഞ്ഞത് എനിക്കും കൂടെ ഒരു ജോലി ഉണ്ടെങ്കിൽ നമ്മൾ പൈസന്റെ പ്രശ്നമൊക്കെ മാറും. എന്റെ പാത്തിച്ച് പണക്ക് മനസ്സിലായോണ്ടല്ല, ഇതുകൂടി ജോലിക്ക് പോയിട്ട് അത് ഉപകാരം തന്നെയാണ്. ഒന്നും പറ്റിയില്ല. എന്താ? കുട്ടിയുടെ യഥാർത്ഥ തന്ത നീയല്ല, ആ കണ്ണോത്ത് രാമനാഥനാണ്. അതാണ് 6 മാസം തികയുന്നതിന് മുമ്പേ അയാൾ ആക്സിഡന്റ് ആയി